വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ചില ദിനപത്രങ്ങളെ കുറിച്ചാണ്. PSC പരീക്ഷകൾക്ക് കുറേയധികം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കേരളത്തിലെ ദിനപത്രങ്ങള്, ചില മാസികകള്, അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങള്, അവയെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മുടെ ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയാണ് റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബ്രിട്ടീഷ് വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയിറ്റേഴ്സുമായിട്ട് വിദേശ വാർത്തകൾ കിട്ടാനായിട്ട് ബന്ധം സ്ഥാപിച്ച ആദ്യ ഭാരതീയ പത്രം ഏതാണെന്നാണ് ചോദ്യം. അതായത് എന്താണ്? അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷ് വാർത്താ ഏജൻസി ഏത് എന്നുള്ളതാണ്. അപ്പൊ ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയുടെ പേര് ഏതാണ്? റോയിറ്റേഴ്സ് എന്നാണ്. അപ്പൊ ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ, ഇങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായിട്ട് വിദേശ വാർത്തകൾ കിട്ടാൻ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ ഭാരതീയ പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി എന്നാണ്. എന്താണ്? സ്വദേശാഭിമാനി. അപ്പൊ വിദേശ വാർത്തകളൊക്കെ നമുക്ക് കിട്ടാൻ ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ ദിനപത്രം ഭാരതീയ ദിനപത്രമാണ് ഏത്? സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം. ക്ലിയർ ആയിട്ടില്ലേ? ഇനി അടുത്ത ചോദ്യം ഒരു പ്രസിദ്ധീകരണത്തെ കുറിച്ചാണ്. ആ പ്രസിദ്ധീകരണത്തിന്റെ പേര് ഇതാണ്, പ്രബോധകൻ എന്നാണ്. ഈ പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആരംഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് കേസരി ബാലകൃഷ്ണപിള്ള എന്നാണ്. അപ്പൊ കേസരി ബാലകൃഷ്ണപിള്ള ആരംഭിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് പ്രബോധകൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസികയുടെ പേരെന്ത്? മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസികയുടെ പേര് പശ്ചിമോദയം എന്നാണ്. എന്താണ്? പശ്ചിമോദയം. മലയാളത്തിൽ ആദ്യത്തെ ശാസ്ത്ര മാസികയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? പശ്ചിമോദയം എന്നാണ്. ഇനി നമുക്കറിയാം, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് ആര്? രാമകൃഷ്ണ പിള്ള, അല്ലെ? അപ്പോ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ട് ആര്? രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ട് രാമകൃഷ്ണ പിള്ള ഉണ്ടായിരുന്ന കാലഘട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചേക്കണേ അല്ലെ? 1906 മുതൽ 1910 വരെയുള്ള കാലഘട്ടത്തിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ രാമകൃഷ്ണ പിള്ള എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യ എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? ഗാന്ധിജിയുടെ എന്താണ്? യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം. അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിൽ ഒരു പത്രം നമ്മുടെ ഇവിടെ ആരംഭിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ ആണ്. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രത്തിന്റെ പേര് യുവഭാരതം എന്നാണ്. എന്താണ്? യുവഭാരതം. അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ TR കൃഷ്ണസ്വാമി അയ്യർ പ്രസിദ്ധീകരിച്ച പത്രമാണ് യുവഭാരതം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഭാഷാപോഷിണി. അടുത്തതാണ് ഭാഷാപോഷിണി. ആരാണ് ഭാഷാപോഷിണി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ? ഭാഷാപോഷിണിയുടെ സ്ഥാപക പത്രാധിപർ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഭാഷാപോഷിണി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരാണ്. ഭാഷാപോഷിണി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രത്തിന്റെ പേര് എന്താണ്? മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നാണ്. എന്താണ്? മദ്രാസ് സ്റ്റാൻഡേർഡ്. അതല്ല ചോദ്യം. ആ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ എഡിറ്റർ ആര് എന്നാണ് ചോദ്യം. GP പിള്ളയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ എഡിറ്റർ ആണ് GP പിള്ള. മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ
അതിന്റെ എഡിറ്റർ ആണ് GP പിള്ള. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇനി അടുത്ത ചോദ്യം പ്രഭാതം പത്രം. എന്താണ് പത്രത്തിന്റെ പേര്? പ്രഭാതം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഷൊർണൂരിൽ നിന്നാണ്. പ്രഭാതം പത്രത്തിന്റെ പ്രസിദ്ധീകരണം ഷൊർണൂരിൽ നിന്നാണ്. ഷൊർണൂർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഇനി അടുത്തത് ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള ദിനപത്രമാണ് ദീപിക. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള ദിനപത്രത്തിന്റെ പേരെന്താണ്? ദീപിക എന്നാണ്. അടുത്ത ചോദ്യം സന്ദിഷ്ടവാദി എന്ന് പറയുന്ന പത്രത്തിലൂടെ വിമർശിക്കപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ ആരാണ്? മാധവരായർ. സന്ദിഷ്ടവാദി എന്ന പത്രത്തിലൂടെ വിമർശിക്കപ്പെട്ട തിരുവിതാംകൂർ ദിവാന്റെ പേര് മാധവരായർ എന്നാണ്. എന്താണ്? മാധവരായർ എന്നാണ്. ഇനി അടുത്തത് തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തിന്. അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നത് ഏതു പത്രമാണ്? തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിൽ എന്തിനാണ്? ദേശീയ രീതിയിലുള്ള ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നത്. തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യത്തെ പത്രത്തിന്റെ പേര് സ്വരാട് എന്നാണ്. തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യ പത്രം ഏതാണ്? സ്വരാടാണ്. ഇനി അടുത്തത് 1911 കേരള കൗമുദി എന്ന് പറയുന്ന പത്രം. 1911 കേരള കൗമുദി. എന്താണ് പത്രത്തിന്റെ പേര്? കേരള കൗമുദി എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ആരാണ് സ്ഥാപിച്ചത്? CV കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമൻ. കേരള കൗമുദി ആരാണ്? CV കുഞ്ഞിരാമൻ. 1911 കേരള കൗമുദി എന്ന് ഓർത്തുവെക്ക. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാ കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏതാണ്? കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രത്തിന്റെ പേര് സന്ദിഷ്ടവാദി എന്നാണ്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രത്തിന്റെ പേര് എന്താണ് മക്കളെ? സന്ദിഷ്ടവാദി പത്രമാണ്. ഏത് പത്രമാണ്? സന്ദിഷ്ടവാദി പത്രമാണ്. ഇനി അടുത്തത് ആരാണ് 1867 ഈ സന്ദിഷ്ടവാദി എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത്? അതൊന്ന് പഠിച്ചു വെച്ചേ. WH മൂർ ആണ്. 1867 സന്ദിഷ്ടവാദി പത്രം സ്ഥാപിച്ചത് ആരാണ്? WH മൂർ ആണ്. 1867 സന്ദിഷ്ടവാദി പത്രം സ്ഥാപിച്ചത് ആരാണ്? WH മൂർ ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് കേരള പത്രിക. ഈ കേരള പത്രിക എന്ന് പറയുന്നത് ഒരു മാസികയുടെ പേരാണ്. ഈ മാസികയുടെ പത്രാധിപരായിരുന്നത് ആരാണ്? K രാമകൃഷ്ണ പിള്ളയാണ്. K രാമകൃഷ്ണ പിള്ള. ഇപ്പൊ കേരള പത്രിക എന്ന് പറയുന്ന മാസികയുടെ പത്രാധിപരായിരുന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്നാണ് ചോദ്യം. K രാമകൃഷ്ണ പിള്ള. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ നേരത്തെ നമ്മൾ പറഞ്ഞു TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രമാണ് ഏത്? യുവഭാരതം അല്ലെ? പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഗാന്ധിജിയുടെ എന്താണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രം ഇല്ലേ? ആ പത്രത്തിന്റെ മാതൃകയില് TR കൃഷ്ണസ്വാമി അയ്യർ. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറഞ്ഞിട്ടുണ്ടോന്ന്. നമ്മൾ പറഞ്ഞു അല്ലെ? ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ചതാണ് ഏത്? യുവഭാരതം എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതാണ് യുവഭാരതം. സാരില്ല, ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാലും നമ്മൾ പഠിക്കലുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ് ഇത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയില് KP കേശവ മേനോൻ ആരംഭിച്ച പത്രം. KP കേശവ മേനോൻ ആരംഭിച്ച പത്രം ഏതറിയോ മക്കളെ?
മാതൃഭൂമി ട്ടാ. അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ KP കേശവമേനോൻ ആരംഭിച്ചത് ഏതാണ്? മാതൃഭൂമിയാണ്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം ഇതാണ്, എല്ലാ പരീക്ഷകൾക്കും ആവർത്തിക്കാറുള്ളതാണ്. മുസ്ലിം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം മുസ്ലിം ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. അങ്ങനെയാണ് കൂടുതൽ ചോദിച്ചു കണ്ടേക്കണേ. പക്ഷേ വേറൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 1-2 പ്രാവശ്യം. ഇതിന്റെ വർഷം 1906. അപ്പൊ മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1906. ആരംഭിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത് നമ്മുടെ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആര്? ചെങ്കുളത്ത് അല്ലെ, ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ഈ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആരംഭിച്ചതാണ് കേരള പത്രിക. ഏതാണ്? കേരള പത്രിക. ചോദിക്കുന്നത്, ഏത് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? എന്തിന്റെ മാതൃകയിലാണ് അറിയോ നിങ്ങൾക്ക്? അമൃത് ബസാർ പത്രിക. അപ്പൊ അമൃത് ബസാർ പത്രികയുടെ മാതൃകയിൽ ആര്? നമ്മുടെ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആരംഭിച്ചതാണ് എന്തെന്നാ പറയണേ? കേരള പത്രിക എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്ത ചോദ്യം ഇതാണ്, മലബാറിൽ നിന്നും ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക. മലബാറിൽ നിന്നും ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മാസികയുടെ പേരാണ് ചോദിക്കുന്നത്. മാസിക ഏതാണ്? കേരളോപകാരി എന്നതാണ്. എന്താണ്? കേരളോപകാരി. ഇപ്പൊ കേരളോപകാരി എന്നത് ഒരു മാസികയാണ്. മലബാറിൽ നിന്നും ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത്, 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, അതായത് സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 1944 കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയ ദിനപത്രം. എവിടെ നിന്ന്? കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയ ദിനപത്രത്തിന്റെ പേര് പൗരസാക്ഷി എന്നാണ്. എന്താണ്? പൗരസാക്ഷി. 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 1944 കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയ പത്രമാണ് പൗരസാക്ഷി. ഇനി അടുത്തത് നവജീവൻ. നവജീവൻ ഇതൊരു പ്രസിദ്ധീകരണമാണ്. ഇത് ആരംഭിച്ചത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. നവജീവൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്നാണ്. ഇതിന്റെ ആദ്യത്തെ എഡിറ്ററെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് മുണ്ടശ്ശേരി. ക്ലിയർ ആയോ? അപ്പൊ നവജീവൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. അതിന്റെ ആദ്യത്തെ എഡിറ്ററുടെ പേര് ജോസഫ് മുണ്ടശ്ശേരി എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഒരു പ്രസിന്റെ പേരാണ്. പ്രസ് കേരളമിത്രം. കേരളമിത്രം എന്ന പ്രസ് എവിടെ നിന്നാണ് ആരംഭിച്ചത്? കൊച്ചിയിൽ നിന്നാണ്. വർഷമറിയാത്തവർ ഓർത്തു വെക്കുക, 1865 കേരളമിത്രം പ്രസ് കൊച്ചിയിൽ നിന്ന് 1865 ആരംഭിച്ചു. ആരാണ് ആരംഭിച്ചത് എന്ന് അറിയാത്തവർ അതും പഠിച്ചു വെക്കുക. ദേവ്ജി ഭീംജി. ദേവ്ജി ഭീംജി. ദേവ്ജി ഭീംജി എന്ന് പറയുന്ന ആള് 1865 കൊച്ചിയിൽ ആരംഭിച്ചതാണ് കേരളമിത്രം എന്ന് പറയുന്ന പ്രസ്. ഇനി അടുത്തത്, ഈ ദേവ്ജി ഭീംജിയുടെ നേതൃത്വത്തില് കൊച്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ ആരുടെ? ദേവ്ജി ഭീംജിയുടെ ദേവ്ജി ഭീംജിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ, എവിടെ നിന്ന്? കൊച്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ മറാത്തി മാസികയുടെ പേരെന്താണ്? മറാത്തി മാസികയുടെ പേര് കേരള കോകിൻ എന്നാണ്. എന്താണ്? കേരള കോകിൻ. ഇപ്പൊ ദേവ്ജി ഭീംജിയുടെ എന്താ പറയാ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ മറാത്തി മാസികയുടെ പേര് എന്താണ്? കേരള കോകിൻ എന്നാണ്. എന്താണ്? കേരള കോകിൻ എന്നാണ് അതിന്റെ പേര്. ഇനി
ചില പത്രത്തെ കുറിച്ച്, ഒന്ന് രണ്ട് പത്രത്തെ കുറിച്ച് പറയാണ്. ഒന്ന് കേരള സഞ്ചാരി. എന്താണ് കേരള സഞ്ചാരി? ആരുടെയാണ് കേരള സഞ്ചാരി? ദിനപത്രം ഏതാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ട്ടോ. കേരള സഞ്ചാരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, ഇദ്ദേഹമായിരുന്നു ഇതിന്റെ ഫസ്റ്റ് എഡിറ്റർ. കോഴിക്കോട് നിന്നാണ് കേരള സഞ്ചാരി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. എന്താണ് കേരള സഞ്ചാരിയുടെ ആദ്യത്തെ എഡിറ്റർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ആണ്, കോഴിക്കോട് നിന്നാണ്. അതുപോലെ തന്നെ ലോകമാന്യൻ. എന്താണ് ലോകമാന്യൻ? ഇതിന്റെയും എഡിറ്റർ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെയാണ് ലോകമാന്യൻ. ഇത് 1920 മക്കളെ തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചത്. ലോകമാന്യൻ തൃശ്ശൂർ ട്ടോ. ഇനി അടുത്തത് മിതവാദി എന്ന് പറയുന്ന പത്രം. ഏതാണ്? മിതവാദി എന്ന് പറയുന്ന പത്രം 1907 തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചതാരാണ്? ആരാണ്? മൂർക്കോത്തുകുമാരനാണ്. ആരാണ്? മൂർക്കോത്തുകുമാരൻ. മൂർക്കോത്തുകുമാരൻ 1907 തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചതാണ് മിതവാദി പത്രം. ഇനി അടുത്തത് 1907 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും മിതവാദി പറയണം. 1907 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പത്രവും മിതവാദിയാണ്. ഇനി അടുത്തത് തീയരുടെ ബൈബിൾ. തീയരുടെ ബൈബിൾ എന്ന് വിളിക്കുന്ന മലബാറിലെ ദിനപത്രം ഏതാണ്? മിതവാദിയാണ്. തീയരുടെ ബൈബിൾ എന്ന് വിളിക്കുന്ന മലബാറിലെ പത്രമാണ് മിതവാദി. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, മലയാളി എന്ന് പറയുന്ന മാസിക. അടുത്തതൊരു മാസികയുടെ പേരാണ്. മാസികയുടെ പേര് മലയാളി മാസിക. ഈ മലയാളി എന്ന മാസികയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. അപ്പൊ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് മലയാളി മാസികയുടെ ആദ്യത്തെ പത്രാധിപർ. മലയാളി മാസികയുടെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഇനി അടുത്തത് ഒരു ചോദ്യം, ഒത്തിരി വലിയ ചോദ്യമാണ്. 1904 സ്ഥാപിതമായ ഏത് പ്രസിദ്ധീകരണമാണ് അവശ്യ വിഭാഗങ്ങളുടെ ശക്തമായി പ്രവർത്തിക്കുകയും ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തത്? അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ഈഴവ ഗസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയി. അപ്പൊ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുകയും അവശ്യ വിഭാഗങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുകയും 1904 സ്ഥാപിതമാകുകയും ചെയ്ത പത്രത്തിന്റെ പേര് പറയാതെ തന്നെ എല്ലാവരും അറിയേണ്ട പത്രമാണത് വിവേകോദയം. അത്രയും അധികം പ്രാവശ്യം ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുള്ളതാണ് 1904. അടുത്തത് കേരളത്തിൽ ആരംഭിച്ച മൂന്നാമത്തെ മലയാള പത്രം ഏത്? കണ്ടു, 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ചോദിച്ചു. അതിന്റെ പേര് ജ്ഞാനനിക്ഷേപം എന്നാത്രേ. എന്താണ്? ജ്ഞാനനിക്ഷേപം. അപ്പൊ കേരളത്തിലെ മൂന്നാമത്തെ മലയാള ദിനപത്രത്തിന്റെ പേര് ജ്ഞാനനിക്ഷേപം എന്നാണ്. മൂന്നാമത്തെ മലയാള ദിനപത്രം ജ്ഞാനനിക്ഷേപാണ്. ഇനി അടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേസരി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം കേസരി. അടുത്തത് പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS ആണ്. അടുത്തത് സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തു പറയണം? മാതൃഭൂമി.
ഏതാണ്? മാതൃഭൂമി. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ചോദിച്ചു കഴിഞ്ഞാൽ EMSന്റെ പ്രഭാതം പറയണം. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രമാണ് പ്രഭാതം. ഏതാണ്? പ്രഭാതം. ഇനി അടുത്തത് ഹെർമൻ ഗുണ്ടർട്ടിന്റെ കൃതികളാണ്. ഹെർമൻ ഗുണ്ടർട്ട് ഇത്തിരി വലിയ ചോദ്യമാണ്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരള പഴമ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരള പഴമ, അതുപോലെ തന്നെ കേരളോൽപ്പത്തി. ഏതാണ്? കേരളോൽപ്പത്തി. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരള പഴമ, കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ്? പശ്ചിമോദയത്തിലാണ്. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരളപ്പഴമയും കേരളോൽപ്പത്തിയും ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? പശ്ചിമോദയത്തിലാണ്. ഇനി അടുത്തത് ഒരു പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് സമദർശി. സമദർശി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? തിരുവനന്തപുരത്ത് നിന്ന്. സമദർശി പ്രസിദ്ധീകരണം ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് സമദർശി പത്രം അടിച്ചമർത്താനായി എന്താണ്? ഈ സമദർശി എന്ന് പറയുന്ന പത്രം ഉണ്ടല്ലോ, ഈ സമദർശി പത്രം അടിച്ചമർത്താൻ എന്താണ്? 5ാം റെഗുലേഷൻ എന്ന പേരിൽ, അതായത് ഫിഫ്ത് റെഗുലേഷൻ എന്ന പേരിൽ പത്ര നിയമം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? M.E. വാട്സ് ആണ്. ആരാണ്? M.E. വാട്സ്. ക്ലിയർ ആയോ മക്കളെ? സമദർശി പത്രം അടിച്ചമർത്താനായി 5ാം റെഗുലേഷൻ എന്ന പേരിൽ പത്ര നിയമം കൊണ്ടുവന്ന തിരുവിതാംകൂർ ദിവാനാണ് M.E. വാട്സ്. ഇത്രയും കാര്യം ഉണ്ടായിപ്പോ സമദർശി പത്രത്തിന്റെ സ്ഥാപകനെ ഒന്ന് പഠിക്കണ്ടേ? ഈ സമദർശി പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുളകുന്നത്ത് രാമൻ മേനോനാണ്. ആരാണ്? കുളകുന്നത്ത് രാമൻ മേനോൻ. സമദർശി പത്രത്തിന്റെ സ്ഥാപകൻ കുളകുന്നത്ത് രാമൻ മേനോനാണ് ട്ടോ. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം. വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് സമദർശി പത്രം. വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രമാണ് സമദർശി പത്രം. അടുത്ത ചോദ്യം, ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി. അപ്പൊ ഇത്രയും ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കണം. പ്രീവിയസ് ഇയറില് പരീക്ഷകളില് ആവർത്തിച്ച കുറേയധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. ഇത്ര മാത്രമേ ഉള്ളൂ എന്നല്ല, ഇനിയുണ്ട്. അപ്പൊ അതൊക്കെ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.